വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പാചകമുള്ളൊരു ദിവസമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ പാചകമുള്ളപ്പോൾ ഞാൻ എന്തൊക്കെ ജോലികളാണ് ഇവിടെ ചെയ്യുന്നതെന്ന് ഞാനൊരു വീഡിയോ ആക്കി ഇടാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിവിടെ ഇഞ്ചി ഇറക്കുകയാണ് കേട്ടോ. തലേന്ന് രാത്രിയിലെ ഇഞ്ചിയൊക്കെ വറുത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പരിപാടി അതായിരുന്നു. ഇഞ്ചി അരിയൊക്കെ ചെയ്തത് അമ്മയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് നേരം നിന്ന് വറുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാനാണ് ഇന്ന് ഇഞ്ചി വറുക്കുന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇഞ്ചി വറുക്കുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. ഇത് ചെറിയ തീയിലിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടാണ്. അതിൻ്റെ കൂടെ ക്വാണ്ടിറ്റി കൂടുതലും കൂടെ ആയതുകൊണ്ട് തന്നെ പിന്നെ പറയേ വേണ്ട, ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നു കേട്ടോ. ഇഞ്ചിക്കറിക്കായിട്ടുള്ള ഇഞ്ചി നമ്മൾ വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതേ പാത്രത്തിൽ നമ്മൾ ഇഞ്ചിക്കറിക്കായിട്ടുള്ള തേങ്ങയൊക്കെയാണ് കേട്ടോ ഇനി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ ഓർഡർ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ, 60 പേർക്കുള്ള സദ്യ ആയിരുന്നു കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയിരുന്ന ഓർഡർ. അതിനായിട്ടുള്ള തേങ്ങയാണ് ഇപ്പോൾ വറുത്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തേങ്ങയും ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ചെറു തീയിലിട്ട് തേങ്ങ വറുത്തെടുത്താണ് കേട്ടോ നമ്മൾ ഇഞ്ചിക്കറിക്ക് തേങ്ങ അരയ്ക്കുന്നത്. തേങ്ങ അരച്ചിട്ടുള്ള ഇഞ്ചിക്കറിയാണ് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് സ്പെഷ്യൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അങ്ങനെ പാചകക്കാരുടെയൊക്കെ റെസിപ്പീസ് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ലല്ലോ അല്ലേ, എങ്കിലും ഞാൻ കുറച്ചൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ബേസിനിലോട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിക്കറിയുടെ ഐറ്റംസ് എല്ലാം ഞാൻ മാറ്റി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അതിന് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴേക്കും പച്ചക്കറിയൊക്കെ ഇവിടെ തട്ടിയിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഒരു സൈഡിൽ നിന്ന് അരിഞ്ഞ് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും കൂടെ അവരുടെ കൂടെ കൂടിയിട്ടുണ്ട്. സാമ്പാറിനും അവിയലിനും ഉള്ള പച്ചക്കറികളാണ് കേട്ടോ ഈ കിടക്കുന്നത്. തലേ ദിവസം തന്നെ നമ്മൾ അരിഞ്ഞ് എല്ലാം മാറ്റി വെക്കുക കേട്ടോ. അവിയലിനും സാമ്പാറിനും ഒക്കെ നമ്മൾ തലേന്ന് അരിഞ്ഞ് മാറ്റി വെക്കാറുണ്ട്. പിന്നെ പിറ്റേന്ന് കുറച്ചുകൂടി എളുപ്പമായല്ലോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാം നമുക്ക് പൊളിച്ച് വൃത്തിയാക്കി വെക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം നമുക്ക് അരിയാന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ പൊതുവേ വീട്ടിൽ പാചകം ഉണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിനക്കെന്താ പാചകം ഉണ്ടെങ്കിൽ നീ അവിടെ എന്ത് പണിയാണ് ചെയ്യുന്നത്? ഞാൻ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ള പണികൾ. അപ്പോൾ എന്തായാലും നിങ്ങളെയും കൂടെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു പണിയും ചെയ്യാതെ നമ്മൾ വെറുതെ ഇവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയല്ലെന്ന് എല്ലാവർക്കും കൂടെ ഒന്ന് അറിയിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടേക്കുന്നത്. പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കണമെന്നും ജോലി ചെയ്ത് നന്നായിട്ട് ജീവിക്കണമെന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം കാണും കേട്ടോ. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് വേറൊരു ജോലിക്ക് പോകാനും പറ്റാത്തത്. എന്ന് വെച്ച് എന്നാൽ കഴിയുന്ന ജോലികൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയും പറയട്ടെ ഞാനിവിടെ ഒരു ജോലിയും ചെയ്യുന്നില്ലെന്ന്. അവരൊരിക്കലും പറയത്തില്ല, കാരണം അവർക്കറിയാം ഞാനിവിടെ എന്തെല്ലാം ജോലികളാണ് ചെയ്യുന്നതെന്ന്. പക്ഷേ ചിലരങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെവിയിൽ അത് എത്തിയോണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിവിടെ സൂചിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന കാര്യമാണ്. ഇത്രയും പഠിച്ചിട്ട് ഒരു ജോലിക്കും പോവാതെ യൂട്യൂബിൽ വീഡിയോ എടുത്ത് നടക്കുകയാണ് അവള്. ഈ പറയുന്നവരോടൊക്കെ എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, യൂട്യൂബിൽ ഇത് കിട്ടുന്നതും പൈസ തന്നെയല്ലേ? നമ്മൾ ജോലി ചെയ്യുന്നതും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ? അപ്പം എങ്ങനെ പൈസ ഉണ്ടാക്കണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇനി ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് യൂട്യൂബിൽ നിന്ന് എത്ര രൂപയാണ് കിട്ടുന്നതെന്നാണ്. ഇതിനൊരു മറുപടി ഞാൻ ഇപ്പം പറയുന്നില്ല, 2-3 വീഡിയോസ് കഴിയട്ടെ. അതിനുശേഷം ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഞാൻ ഈ ചെയ്യുന്ന ജോലികൾക്കിടയിലും നമുക്ക് സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് വേണ്ടേ, അതിനാണ് കേട്ടോ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. ഏത്തക്ക പൊളിക്കൽ അങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇനിയും ആ സൈഡിൽ ഏത്തക്ക ഇരിപ്പുണ്ട്. ഏത്തക്ക പൊളിച്ച് കഴിഞ്ഞിട്ട് കൈ ഫുള്ള് കറയാവും കേട്ടോ. പിന്നെ ആ പിച്ചാത്തിയും കറയാവും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇതിനി കഴുകി കളയാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ കറ പറ്റുമെന്നോ എൻ്റെ കൈ മുറിയുമെന്നോ പറഞ്ഞാൽ ഞാൻ എങ്ങും മാറിയിരിക്കാറില്ല. എനിക്കിതൊക്കെ ചെയ്യുന്നത് ഇഷ്ടമാണ്. ആരും എന്നെ കൊണ്ട് നിർബന്ധിച്ചും ചെയ്യിക്കാറില്ല. ഇതെല്ലാം എൻ്റെ സ്വന്തം ഇഷ്ടത്തോടെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. പിന്നെ അച്ഛനെയും അമ്മയും ഹെൽപ്പ് ചെയ്യുന്നത് അത്ര വലിയ പ്രോബ്ലം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പുറത്തൊരാളെ ഹെൽപ്പ് ചെയ്ത് അവരുടെ പൈസ കിട്ടുന്നതിനേക്കാളും ഭേദം നമുക്കുള്ള പൈസ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും കിട്ടിക്കോട്ടെ എന്ന് കരുതുന്നതല്ലേ. ഇപ്പം തന്നെ ഞാനീ ചെയ്യുന്ന ജോലികൾ വേറൊരാളെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ ആ ജോലി ഞാൻ ചെയ്താൽ അത്രയും പൈസ എൻ്റെ വീട്ടുകാർക്ക് തന്നെയല്ലേ കിട്ടുക. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഇതിന് വലിയ പബ്ലിസിറ്റി ഇല്ല. ആൾക്കാർ കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഇറങ്ങി നടക്കുന്നുമില്ല. അപ്പോൾ എനിക്ക് ജോലിയുമില്ല, അതാണ് കാര്യം. പിന്നെ എന്തൊക്കെയായാലും നമ്മുടെ കാര്യം നമ്മൾ അറിഞ്ഞാൽ പോലെ. കൊറോണ ടൈമിൽ എത്ര പേര് വീട്ടിലിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ചെറുകിട ജോലിക്കാർ മാത്രമേ കേട്ടോ തട്ടിമുട്ടിയൊക്കെ ജീവിച്ചു പോയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലും നമ്മളെ പോലുള്ളവർ സർവൈവ് ചെയ്യുമെന്ന് മനസ്സിലായല്ലോ. അങ്ങനെ സാമ്പാറിനുള്ള ഏത്തക്കയൊക്കെ പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഉരുളക്കിഴങ്ങിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് ചുരണ്ടി എടുക്കാനേ അച്ഛൻ സമ്മതിക്കാറുള്ളൂ, ചെത്തി എടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കത്തില്ല കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോസ് എനിക്ക് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇതിലുള്ള ഒട്ടുമിക്ക പച്ചക്കറികൾക്കും കറയുള്ളതാണ്. അപ്പം നമ്മുടെ 2 കൈയിലും പിച്ചാത്തിയിലും കറയാവും. പിന്നെ നമ്മളതെടുത്ത് ഫോണിലും കൂടെ കൈകാര്യം ചെയ്യുന്നത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ വീഡിയോസ് മിസ്സായി പോയത്. ഇത് ഇപ്പം പിറ്റേന്ന് രാവിലെയാണ്, വെളുപ്പിനെ 3 മണിക്കാണ് കേട്ടോ ഞങ്ങൾ എണീറ്റത്. വെളുപ്പിനെ എണീറ്റ്
കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ദേ അമ്മ ബാക്കിലിരുന്ന് അരിയുന്നുണ്ട്. അച്ഛൻ ദേ മുറ്റത്ത് ഓരോന്നായിട്ട് പാചകം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ മിക്സിയിലിട്ട് ഓരോ സാധനങ്ങൾ അരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊന്ന് അരച്ച് തീരുന്നിടം വരെ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും കേട്ടോ. വേറെ ഒന്നുമല്ല, എപ്പോഴെങ്കിലും കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി കിട്ടും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ വേഗം അരച്ചെടുക്കുന്നത്. തേങ്ങയൊക്കെ ഒരുമിച്ച് ചിരകി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ പകുത്ത് ഓരോന്നിനായിട്ട് അരച്ചെടുക്കുക. അവിയലിനും പരിപ്പിനും പുളിശ്ശേരിക്കും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ നിന്നാണ് കേട്ടോ നമ്മൾ പകുത്ത് അരച്ചെടുക്കാറുള്ളത്. അങ്ങനെ ദേ ഞാൻ അവിയലിനും ഒക്കെ അരച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി എത്രയും സമയം കറണ്ട് കാണുമെന്ന് നമുക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഫുള്ളായിട്ട് വീഡിയോസ് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആരും വീഡിയോസ് എടുത്ത് തരാനും ഇല്ല കേട്ടോ. ഇപ്പം ദേ ഈ 3 തന്നെ പകുത്ത് വെച്ചിരിക്കുന്നത് 3 കറികൾക്കുള്ള അരപ്പാണ് കേട്ടോ. വെള്ളം അരച്ചൊഴിക്കേണ്ടതും വെള്ളം അരയ്ക്കാതെ എടുക്കേണ്ടതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഓരോന്നായിട്ട് അരച്ച് കൊടുക്കേണ്ടത് കുറച്ച് നല്ല പണി തന്നെയാണ്. അപ്പോൾ ഓരോന്നിൻ്റെ അളവ് ഓരോന്നായതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം അച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്ന് അരച്ചെടുക്കുന്നത്. എത്ര തവണ നമ്മൾ അരച്ചാലും എനിക്കതൊന്ന് ചോദിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഓരോരോ ജോലിക്ക് എന്നെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പകുതിയാക്കിയിട്ട് ഞാൻ അത് പോയി ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെയും വന്ന് ഇത് എടുക്കുന്നത്. ഇഞ്ചിക്കറിക്കുള്ളത് നേരത്തെ തന്നെ നമ്മൾ വെള്ളം തൊടാതെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ബോധേടാവേണ്ട കാര്യമില്ല. അതിൻ്റെ കാര്യം ഓൾറെഡി ഇവിടെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളാണ് കേട്ടോ ഇനി അരച്ചെടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം അതെടുത്ത് മാറ്റിയത് വേറെ ഒന്നും കൊണ്ടല്ല, ബാക്കിയെല്ലാം വെള്ളം ചേർത്തല്ലേ അരയ്ക്കുക. അത് മാത്രം വെള്ളം ചേർക്കാത്തതായതുകൊണ്ട് അത് ആദ്യം തന്നെ നമ്മൾ അരച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നേ. ഇത് ദേ പരിപ്പിനൊക്കെയാണ് കേട്ടോ ഈ അരച്ചൊഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാനം ദേ ഉള്ളിയും ജീരകവും ഒക്കെ കൂടെ അരച്ചതാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അതാണ് ഈ ഒരു കളറ്. അപ്പോൾ ദേ നമ്മുടെ ലാസ്റ്റ് കൂട്ട് ഞാനിവിടെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതൂടെ ഉള്ളൂ കേട്ടോ. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അരപ്പ് പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറണ്ട് പോയാലും വലിയ സീനൊന്നും ഇല്ല കേട്ടോ. പകുതി ആശ്വാസമായിട്ടുണ്ട്. അങ്ങനെ ദേ അരപ്പെല്ലാം അരച്ച് കഴിഞ്ഞ് ദേ ഇവിടെ വെച്ചിട്ടുണ്ട്. പച്ചടിക്കും കിച്ചടിക്കും അവിയലിനും പായസത്തിനും ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് ഞാൻ നേരെ പപ്പടം കാച്ചാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു 10-20 പപ്പടത്തോളം നമുക്ക് കാച്ചാനുണ്ട്. 60 നമ്മുടെ ഓർഡർ. എങ്കിലും നമ്മളൊരു 10 പപ്പടം അധികം വെക്കും കേട്ടോ. നമ്മളിതെല്ലാം കൂടി വണ്ടിയിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. വണ്ടിയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ തന്നെ കട്ടറിൽ വല്ലതും വീണ് കഴിഞ്ഞാൽ പപ്പടം പൊടിഞ്ഞു പോയാലുള്ള പേടികൊണ്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് പപ്പടം അധികം കാച്ചിയിടുന്നത്. ഇപ്പം നേരെ നന്നായിട്ട് വെളുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 10 മണിക്ക് കൊടുത്താൽ മതി. എങ്കിലും നമ്മൾ കുറച്ച് നേരത്തെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ പാഴ്സൽ പൊതിഞ്ഞ് കൊടുക്കുന്ന കേസ് വരുമ്പോഴാണ് കേട്ടോ നമുക്ക് കുറച്ച് ലേറ്റ് ആവാറുള്ളത്. പിന്നെ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ നേരത്തെ തന്നെ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പപ്പടത്തിൻ്റെ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എനിക്കുള്ള അടുത്ത പണിയാണ് കേട്ടോ. നമ്മൾ ഈ വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകാനായിട്ടുള്ള പാത്രത്തിൽ പകർന്നെടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് എടുക്കാനുള്ളത് ഇനി ഇഞ്ചി നാരങ്ങയും മാങ്ങയും ഒക്കെ നമുക്ക് ഇട്ട് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സൈഡാക്കിയിട്ട് വേണം അതിലേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ദേ ഞാൻ 2-3 പപ്പടമാണ് കേട്ടോ ഒരുമിച്ച് കാച്ചിയെടുക്കുന്നത്. വേഗം തീരട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കാച്ചുന്നത്. അങ്ങനെ കാച്ചാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചീനിച്ചട്ടിയിൽ നല്ല സ്ഥലം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ വേഗം കാച്ചി എടുക്കാനും പറ്റും കേട്ടോ. എനിക്കത് അങ്ങനെ കാച്ചുന്നതാണ് കേട്ടോ ഓരോന്ന് എടുത്ത് കാച്ചി എടുക്കുന്നതിനേക്കാളും എളുപ്പം കൂടി തോന്നിയിട്ടുള്ളത്. പപ്പടം പൊതുവേ എനിക്ക് ചുമക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ചിലർക്ക് പപ്പടം ചുമന്നിരിക്കണം, ചിലർക്ക് പപ്പടം വെളുത്തിരിക്കണം. എനിക്കെന്തോ ചുമക്കുന്ന പപ്പടം ഇഷ്ടമല്ല കേട്ടോ. ഞാൻ മാക്സിമം അങ്ങനെ ചുമപ്പിക്കാറുമില്ല. അങ്ങനെ ദേ നമ്മുടെ പപ്പടം കാച്ചിൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലിയാണ് കേട്ടോ ഇത്. ഇല തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇപ്പം ദേ പൊതുവെ മഴയൊക്കെയാണ് എങ്കിലും ഇല തുടച്ചല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇലയൊക്കെ ഫസ്റ്റിലേ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തുടച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതൂടെ കഴിഞ്ഞാൽ നമ്മുടെ കൊണ്ടുപോകുന്ന വരെയുള്ള ജോലികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലും വലിയ ജോലി കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ അടുക്കളയുടെ കോലമാണ് കേട്ടോ. അടുക്കളയുടെയും പാചകപ്പുരയുടെയും കോലം. വലിയ പാത്രങ്ങളൊക്കെ അച്ഛൻ വന്നിട്ടാണ് കേട്ടോ തേച്ച് മഴക്കാറ്. ചെറിയ പാത്രങ്ങൾ നമ്മളെല്ലാം തന്നെയാണ് തേച്ച് മഴയ്ക്ക് ഒതുക്കി വെക്കാറ്. ഇനി അവിടെ ഒന്ന് വൃത്തിയാക്കിയാൽ മാത്രമേ നമ്മുടെ ജോലി കംപ്ലീറ്റ് ആയിട്ടൊന്ന് കഴിയത്തുള്ളൂ. അപ്പോൾ അത് ഇലയൊക്കെ ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ജോലികൾ. ഇല 2ആയിട്ടാണ് കേട്ടോ ഞാനിവിടെ കെട്ടി വെക്കുന്നത്. അച്ഛൻ ഇന്നലെ തന്നെ പോയി ഇല ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ഇല കെട്ടുന്നത് ലാസ്റ്റായിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് ടാറ്റാ ബൈ ബൈ സീ യു.